നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പയിൽ. സംഗമത്തിന് പമ്പാ തീരം ഉണർന്നു. ക്ഷണം സ്വീകരിച്ചത് തമിഴ്നാട് സർക്കാർ മാത്രം. പ്രതിനിധികളെ അയക്കാതെ മറ്റ് സംസ്ഥാനങ്ങൾ. പന്തളം കൊട്ടാരവും വിട്ടുനിൽക്കും. അയ്യപ്പ സംഗമം നടക്കാനിരിക്കുന്നതിനിടയിൽ വിവാദങ്ങളും വിശദീകരണങ്ങളും അവസാനിക്കുന്നുമില്ല. പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രിയുടെയും VN വാസവന്റെയും ചിത്രങ്ങൾ മാത്രം എന്നതടക്കം വിവാദങ്ങൾക്ക് പിന്നാലെയുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ഒരു പൊളിറ്റിക്കൽ ഗിമിക്കോ? സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പയിൽ. രാവിലെ 9:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അയ്യപ്പ സംഗമത്തിന് ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ബോർഡ് ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ഭൂപതിവ് ചട്ടങ്ങൾക്ക് അംഗീകാരം. വിജ്ഞാപനം തിങ്കളാഴ്ച. പട്ടയഭൂമിയിൽ താമസിക്കുന്നവർക്ക് ആശ്വാസം. 95% ഭൂമി ക്രമപ്പെടുത്തലിനും അപേക്ഷ വേണ്ട. അപേക്ഷ നൽകേണ്ടത് വ്യവസ്ഥ ലംഘിച്ചവർ മാത്രം. സൗദി പാകിസ്ഥാൻ പ്രതിരോധ ഉടമ്പടിയിൽ മുന്നറിയിപ്പുമായി ഇന്ത്യ. പാകിസ്ഥാനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധങ്ങളും താൽപര്യവും മനസ്സിലുണ്ടാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലെ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഇളവുകൾ പിൻവലിക്കാൻ അമേരിക്ക. വോട്ട് മോഷണ ആരോപണത്തിൽ രാജ്യവ്യാപക പ്രചാരണവുമായി കോൺഗ്രസ്. ഒരു വ്യക്തിക്ക് ഒരു വോട്ടെന്ന മുദ്രാവാക്യവുമായി വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന് തുടക്കം കുറിച്ച് പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് വസ്തുതകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് BJP. കോഴിക്കോട് ഫറോക്കിലെ പഴയ പാലം അപകടത്തിൽ. ദുരന്തമുണ്ടാകുന്നതുവരെ കാത്തിരിക്കരുതെന്ന് നാട്ടുകാർ. ബദൽ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങാനായില്ല. ടോപ് 10 സ്പെഷ്യൽ. തൃശൂർ പാലിയേക്കരയിൽ ഉപാധികളോടെ ടോൾ പിരിക്കാൻ അനുമതി നൽകുമെന്ന് ഹൈക്കോടതി. ഉത്തരവ് തിങ്കളാഴ്ച. നിരക്കിൽ മാറ്റമുണ്ടായേക്കും. മണിപ്പൂരിൽ അസം റൈഫിൾസിന്റെ വാഹനത്തിന് നേരെ ആക്രമണം. 2 ജവാന്മാർക്ക് വീരമൃത്യു, 4 പേർക്ക് പരിക്ക്. ലയണൽ മെസ്സിയും ടീമും നവംബറിൽ കൊച്ചിയിൽ. സൗഹൃദ മത്സരത്തിന് കലൂർ സ്റ്റേഡിയം അനുയോജ്യമെന്ന് സർക്കാർ. BCCI അധ്യക്ഷ സ്ഥാനത്തേക്ക് സൗരവ് ഗാംഗുലി, ഹർഭജൻ സിംഗ്, രഘുറാം ഭട്ട് എന്നിവർ ചുരുക്കപ്പട്ടികയിൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ നാളെ നിർണായക യോഗം. ഏഷ്യാ കപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഒമാന് 189 റൺസ് വിജയലക്ഷ്യം. സഞ്ജുവിന് അർദ്ധ സെഞ്ചുറി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU പീഡനത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ അതിജീവിത. മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ വസതിക്ക് മുൻപിൽ സമരം നടത്തും. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് അതിജീവിത. സ്റ്റോറി ഓഫ് ദ ഡേ. ഉറപ്പുള്ള ഓർമ്മകളോടെ ഒരു മ്യൂസിയം. വാർത്തകൾ വിശദമായി നോക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. 3 വേദികളിലായി നടക്കുന്ന സംഗമത്തിൽ വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി 1000 പോലീസ് ഉദ്യോഗസ്ഥരെ പമ്പയിലും പരിസരത്തും സുരക്ഷയ്ക്കായി വിന്യസിച്ചു. പമ്പ മണൽപ്പുറത്തെ പ്രധാന വേദിക്ക് പുറമെ ഹിൽ ടോപ്പിലും ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിലുമായാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തുന്ന പരിപാടിക്ക് 8 സോണുകളായി തിരിച്ച് 1000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. മേൽനോട്ട ചുമതല DIG അജിത ബീഗം നിർവഹിക്കും. സംഗമത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഗമം വലിയ വിജയമാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 3 വേദികളിലായി നടക്കുന്ന സെമിനാറുകളിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ, തീർത്ഥാടന ടൂറിസം, തിരക്ക് നിയന്ത്രണം എന്നിവയിൽ ചർച്ചകൾ നടക്കും. ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപീകരണ വിദഗ്ധർ, പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ വിദഗ്ധർ, സാങ്കേതിക പങ്കാളികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ വിലയിരുത്തി പിന്നീട് ഫണ്ട് കണ്ടെത്തി ഓരോ
പദ്ധതിയും നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനം. രാവിലെ 9 മുതൽ 11 വരെയാണ് ഉദ്ഘാടന സമ്മേളനം. തുടർന്നാണ് സമാന്തര സെഷനുകൾ. ഉച്ചഭക്ഷണത്തിനു ശേഷം ഗായകൻ വിജയ് യേശുദാസ് നയിക്കുന്ന സംഗീത പരിപാടിയുമുണ്ട്. വൈകിട്ട് 3:20 ചർച്ചകളുടെ സമാഹരണവും തുടർന്ന് സമാപന സമ്മേളനവും നടക്കും. ശേഷം പ്രതിനിധികൾക്ക് ശബരിമല ദർശനത്തിനും അവസരമുണ്ട്. വിവാദങ്ങൾ സംഗമത്തിൻ്റെ ശോഭ കെടുത്തില്ലെന്നാണ് ദേവസ്വം ബോർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിശ്വാസം. അമൃത ന്യൂസ്, പത്തനംതിട്ട. മലബാർ ദേവസ്വത്തിന് തിരിച്ചടി. ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന ദേവസ്വം ബോർഡ് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് തനത് ഫണ്ട് ഉപയോഗിക്കാമെന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് സ്റ്റേ ചെയ്തത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ജീവനക്കാർക്ക് പമ്പയിലേക്ക് പോകാനുള്ള യാത്രാ ചെലവടക്കം ക്ഷേത്രങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാമെന്നായിരുന്നു ഉത്തരവ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും യാത്ര, ഭക്ഷണ ചെലവ് എന്നിവയ്ക്കായി ക്ഷേത്ര ഫണ്ടിൽ നിന്നും എന്തിനു ചെലവഴിക്കണമെന്ന് ഹൈക്കോടതി ചോദിച്ചു. മലബാർ ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനം ദൗർഭാഗ്യകരമെന്ന് കോടതി നിരീക്ഷിച്ചു. എന്തിന് ഇത്തരം ഉത്തരവിറക്കിയെന്ന് മലബാർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു. തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ്, ദേവസ്വം കമ്മീഷണർ, സർക്കാർ എന്നീ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ച കോടതി മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്തു. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രതിനിധികളെ അയക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നാണ് തനത് ഫണ്ട് വിനിയോഗിച്ച് സംഗമത്തിന് പോകാൻ അനുമതി നൽകിയത്. അയ്യപ്പ സംഗമം എല്ലാം സ്പോൺസർഷിപ്പ് വഴിയാണെന്നും മറ്റ് ദേവസ്വം ഫണ്ടുകൾ സംഗമത്തിനായി ഉപയോഗിക്കില്ലെന്നും സർക്കാർ കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു. ഇത് ലംഘിക്കുന്ന ഉത്തരവാണ് മലബാർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് BJP നേതാവ് MT രമേശ്. ഹൈക്കോടതി ചോദിച്ച ഒരു ആശങ്കയ്ക്കും മറുപടി നൽകാൻ സർക്കാരിനായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ ചില നാടകങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അത്തരമൊരു നാടകമാണ് സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം. ഞങ്ങൾ നേരത്തെ തന്നെ ഈ സംഗമത്തെക്കുറിച്ച് നിലപാട് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സാങ്കത്യത്തെ ഹൈക്കോടതി ചോദ്യം ചെയ്തു. പിന്നെ ഒരു സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി വേണ്ട എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കോടതിയിൽ അത്തരം അഭിപ്രായം വന്നിട്ടുള്ളത്. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തേണ്ട ആവശ്യമില്ലെന്ന് കുമ്മനം രാജശേഖരൻ. അയ്യപ്പ സംഗമം സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സർക്കാർ പൊടിക്കൈയുമായി എത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ നടന്നിരിക്കുന്ന തട്ടിപ്പുകളെയും ക്രമക്കേടുകളെയും കുറിച്ച് സർക്കാർ നിശബ്ദത പാലിക്കുകയാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. 7 കോടി രൂപ ചെലവഴിച്ച് നാളെ പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കുകയാണ്. ഈ അയ്യപ്പ സംഗമം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒന്ന്, അടിസ്ഥാന സൗകര്യം, ക്ഷേമപ്രവർത്തനങ്ങൾ, തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം, ശബരിമല ഒരാഗോള ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ വ്യക്തമായ രൂപരേഖകൾ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും മുമ്പിലുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. അതിന് 7 കോടി രൂപ ചെലവഴിച്ച ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നാളിതുവരെ കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച്, ചെലവഴിച്ചിട്ടുള്ള പണം, കിട്ടിയിട്ടുള്ള പണം, ഇതൊക്കെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറുണ്ടോ? 4 കിലോ സ്വർണം കാണാൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും കബളിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. ഭക്തരുടെ വിശ്വാസം തകർത്ത സർക്കാർ നടത്തുന്നത് തികഞ്ഞ രാഷ്ട്രീയ പരിപാടിയാണെന്ന് കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാറും പറഞ്ഞു. അയ്യപ്പന്റെ ഒരു ചിത്രം പോലും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ചിത്രങ്ങൾ വെച്ചുള്ള പരസ്യങ്ങളാണ് അയ്യപ്പ സംഗമത്തിൻ്റെതെന്ന് ശബരിമല കർമ്മസമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. അപരവൽക്കരണത്തിനെതിരെ, മാനവികതയ്ക്ക് വേണ്ടി ശബരിമല ഈ ആഗോള അയ്യപ്പ സംഗമം അപരവൽക്കരണത്തിനെതിരെ സംഘടിപ്പിക്കുന്ന സംഘമാണോ? മാനവികതയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സംഘമാണോ? തികഞ്ഞ രാഷ്ട്രീയ പരിപാടിയാണെന്നല്ലേ അതിനർത്ഥം. ഇതൊരു കാര്യം. ഇപ്പോൾ ഹോർഡിങ്സ് ഇറക്കിയിട്ടുണ്ട് വ്യാപകമായി എല്ലാ ക്ഷേത്രങ്ങളുടെയും മുമ്പിൽ ബോർഡ്. എവിടെയാണ് അവിടെ അയ്യപ്പൻ? നിങ്ങൾ കണ്ടോ അയ്യപ്പനെ? അതിൻ്റെ മൂലക്കൽ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പം മൂലക്കൽ അയ്യപ്പനാ. അയ്യപ്പനേക്കാൾ വലിയ പ്രാധാന്യത്തോടെ
ഈ ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് പിണറായി വിജയന്റെയും വാസവന്റെയും ഫോട്ടോയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച സ്പീക്കർ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം സഭയിൽ ചർച്ച ചെയ്യാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവതരണാനുമതി നിഷേധിച്ചത്. ഗൗരവമേറിയ വിഷയം ചർച്ച ചെയ്യാത്ത സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണെന്നും ചർച്ച തടയേണ്ട സാഹചര്യമില്ലെന്നുമായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോവുകയും സ്വർണ്ണപ്പാളിയുടെ ഭാരം 4 കിലോയോളം കുറഞ്ഞുവെന്ന് കണ്ടെത്തുകയും ചെയ്തത് വിശ്വാസികളിൽ ഉണ്ടാക്കിയ ആശങ്കയും ശബരിമലയോട് സർക്കാർ കാണിക്കുന്ന അവഗണനയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഹൈക്കോടതി കേസെടുത്തതിനാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. സ്വർണ്ണപ്പാളിയുടെ അളവിൽ 4 കിലോയുടെ കുറവുണ്ടായത് ഗുരുതരമായ വിഷയമാണെന്നും സർക്കാരും ദേവസ്വം ബോർഡും സ്വർണം അടിച്ചുമാറ്റിയവരെ സംരക്ഷിക്കുകയാണെന്നും ഗുരുതരമായ ഈ വിഷയം ചർച്ച ചെയ്യാത്ത സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് തങ്ങൾ വോക്കൌട്ട് നടത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്, ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൌട്ട് ചെയ്യുന്നു. ശബരിമലയിൽ നിന്നും 48 കിലോയുടെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിനു ശേഷം 38 കിലോയുടെ സ്വർണ്ണപ്പാളിയാണ് തിരികെ എത്തിച്ചതെന്നും ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസായതിനാൽ അടിയന്തര പ്രമേയ ചർച്ച തടയേണ്ടതില്ലെന്നും പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. നിയമസഭയിൽ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കോടതിയിൽ വരും എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ശ്രമിച്ചിട്ട് പോലും നിയമസഭയിൽ അത് കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു ഫ്ലിംസി തടസ്സം പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇന്നത്തെ അടിയന്തര പ്രമേയം തടയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് സമൂഹം ചർച്ച ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസത്തേതുപോലെ 2 മണിക്കൂർ ചർച്ചയ്ക്കായാണ് പ്രതിപക്ഷം എത്തിയതെന്നും അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയ വിഷയമായതിനാലാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയതിനെക്കുറിച്ച് വിശദീകരിക്കാതെ സർക്കാർ അയ്യപ്പ സംഗമത്തിന് പോകരുതെന്നും വോക്കൌട്ടിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഭൂപതിവ് ചട്ടഭേദഗതിക്ക് അംഗീകാരം. പട്ടയഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാകും. ചട്ടപ്രകാരം 95% ആളുകൾക്കും ക്രമവൽക്കരിക്കാൻ അപേക്ഷ നൽകേണ്ടതില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. നിയമസഭ പാസാക്കിയ ഭൂപതിവ് ചട്ടം സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ 2 ദിവസം യോഗം ചേർന്ന് കൃത്യതയോടെ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ച ശേഷമാണ് അംഗീകാരം നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു. ഭൂപതിവ് ചട്ടങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റി ഔപചാരികമായിട്ടുള്ള അംഗീകാരം കൊടുത്തു. സബ്ജക്ട് കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മിനിറ്റ്സ് അംഗീകരിച്ചും കൊടുത്തു. ഇനി സർക്കാർ ഔപചാരികമായി അതിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. സബ്ജക്ട് കമ്മിറ്റി 2 ദിവസം തുടർച്ചയായി 15, 16 തീയതികളിൽ തുടർച്ചയായി യോഗം ചേർന്ന് ചട്ടത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ചട്ടഭേദഗതി സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ചത്. വീടുകൾക്ക് പുതിയ റെഗുലറൈസേഷൻ ആവശ്യമുണ്ടെന്നുള്ള പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. പട്ടയം അനുവദിച്ച ചട്ടപ്രകാരം വീട് നിർമ്മാണം അനുവദനീയമാണെങ്കിൽ അത്തരം ഭൂമികളിലെ വീടുകളൊന്നും ക്രമവൽക്കരിക്കേണ്ടതില്ല. റബ്ബർ കൃഷിക്കും മറ്റും മാത്രമായി അനുവദിക്കപ്പെട്ട ഭൂമിയിൽ വരുന്ന നിർമ്മാണങ്ങൾ ചട്ടപ്രകാരം ക്രമവൽക്കരിക്കേണ്ടതുണ്ട്. വ്യവസ്ഥാ ലംഘനം നടത്തിയവർ മാത്രം ക്രമവൽക്കരണം നടത്തിയാൽ മതിയെന്ന് മന്ത്രി പറഞ്ഞു. വീടുകൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഉദാഹരണത്തിന് റബ്ബർ കൾട്ടിവേഷൻ ചട്ടം 961 പ്രകാരം ഉള്ള സ്ഥലത്ത് ഒരാൾ വീട് വെച്ചു. അയാൾക്ക് വീട് റെഗുലറൈസ് ചെയ്യാൻ ഈ ചട്ടത്തിലേക്ക് വരേണ്ടി വരും. ക്രമപ്പെടുത്തുന്ന
നൽകുന്ന ഭൂമി കയ്യേറിയ ഭൂമിയാകാൻ പാടില്ല. നിലവിലെ പട്ടയങ്ങളുടെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ 95% വീടുകൾക്കും ക്രമവൽക്കരണത്തിന് അപേക്ഷിക്കേണ്ടതില്ല. പട്ടയരേഖകൾ ഇല്ലാത്തവർക്ക് ക്രമവൽക്കരണത്തിന് അപേക്ഷിക്കാൻ കഴിയില്ലെന്ന തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്. നിജസ്ഥിതി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് പരിഹാരമുണ്ടെന്ന് ഭൂപതിവ് ഭേദഗതി ചട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ക്രമവൽക്കരണത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാൻ ഓഫീസുകൾ അനിവാര്യമാണെന്ന് സബ്ജക്ട് കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്കിത് കൂടുതൽ സഹായമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാകിസ്ഥാനുമായുള്ള സൗദി അറേബ്യയുടെ പ്രതിരോധ ഉടമ്പടിയിൽ മുന്നറിയിപ്പുമായി ഇന്ത്യ. പാകിസ്ഥാനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധങ്ങളും താൽപര്യങ്ങളും മനസ്സിലുണ്ടാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പാകിസ്ഥാൻ സൗദി പ്രതിരോധ കരാർ സംബന്ധിച്ച് വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. പാകിസ്ഥാൻ സൗദി അറേബ്യ പ്രതിരോധ ഉടമ്പടിയിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയത്. പാകിസ്ഥാനുമായി ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയുമായുള്ള താൽപര്യങ്ങളും സഹകരണവും മനസ്സിലുണ്ടാകണമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിശാലമായ സൗഹൃദം നിലനിർത്തിപ്പോരുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും സൗദി അറേബ്യയും. വർഷങ്ങളായി ഇത് തുടരുകയാണ്. ഇത്തരം കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അക്കാര്യങ്ങൾ കൂടി ചിന്തയിലുണ്ടാകണമെന്ന് ജയ്സ്വാൾ വ്യക്തമാക്കി. India and Saudi Arabia, we have a wide-ranging strategic partnership which has deepened in the last several years considerably. We expect that this strategic partnership will keep in mind mutual interest and sensitivities. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഉടമ്പടി പ്രകാരം പാകിസ്ഥാനെയോ സൗദി അറേബ്യയോ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങൾക്കെതിരായ ആക്രമണമായി കാണണമെന്നുള്ളതാണ് വ്യവസ്ഥ. ഇസ്രയേൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു കരാർ ഉണ്ടാക്കിയതെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നം നിലനിൽക്കുന്നതിനാൽ കരാർ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതിർത്തി കടന്ന് ഭീകരർ ഇന്ത്യയിലെത്തുന്നത് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയാണ്. പഹൽഗാം സംഭവത്തിലും അത് തെളിയിക്കപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരായ നിലപാടുകൾ എടുക്കുമ്പോൾ ഇത്തരം കരാറുകൾ വിലങ്ങുതടിയാകും. അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യയുമായുള്ള സൗഹൃദം ഓർക്കണമെന്ന മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാനിലെ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഇളവുകൾ അമേരിക്ക പിൻവലിക്കും. ഈ മാസം 29 മുതൽ ഇളവുകൾ പിൻവലിക്കാനാണ് തീരുമാനം. അമേരിക്കൻ നടപടി തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുള്ള ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വാണിജ്യ ഇടപാട് നടത്താൻ സഹായകരമായ തുറമുഖമാണ് ചബഹാർ. തുറമുഖത്തിന് നൽകിയ ഇളവുകൾ അമേരിക്ക പിൻവലിക്കുമ്പോൾ ഇന്ത്യയെ അത് കാര്യമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഇറാന് മേൽ ഉപരോധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചബഹാർ തുറമുഖത്തിന് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഇറാനിലെ നിസ്താർ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. രാജ്യാന്തര ഗതാഗത ഇടനാഴി സ്ഥാപിക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവച്ചിരുന്നു. 2016 മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു അത്. ചബഹാറിലെ ഷാബിദ് ബൈഹഷ്തി ടെർമിനലിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായിരുന്നു. 2018 മുതൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിന്റെ നിയന്ത്രണം. തുറമുഖ വികസനത്തിന് $120 മില്യൺ വായ്പ ഇന്ത്യ ഉറപ്പുവരുത്തിയിരുന്നു. ചബഹാർ തുറമുഖ ഉപരോധം വരുന്നതിലൂടെ ഇന്ത്യയുടെ നിക്ഷേപങ്ങളും തുലാസിലാവും. 2024-25 ഇന്ത്യ തുറമുഖത്തിന് 100 കോടി രൂപ വായ്പയും അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യ UAE വാണിജ്യ വ്യവസായ നിക്ഷേപ സഹകരണം പുതിയ ഉയരങ്ങളിൽ എത്തിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കും. ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ നടപ്പിലാക്കുമെന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. GCC എന്ന നിലയ്ക്ക് ഒറ്റ കരാറിന് പദ്ധതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ദിവസത്തെ UAE സന്ദർശനം പൂർത്തിയാക്കി പീയൂഷ് ഗോയൽ ഇന്ത്യയിലേക്ക് മടങ്ങി. UAE സന്ദർശനം പൂർണ്ണ വിജയമായിരുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ദുബായിൽ നിർമ്മാണം നടക്കുന്ന ഭാരത് മാർട്ട് 2027 തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ UAE വാണിജ്യ വ്യവസായ നിക്ഷേപ സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിയെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടെയുമാണ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കും. UAE മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടന്ന കൂടിക്കാഴ്ചകൾ വിജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായ് ജബലലി ഫ്രീ സോണിൽ നിർമ്മാണം പൂർത്തിയാകുന്ന ഭാരത് മാർട്ട് 2027 ആദ്യം തുറക്കും. 9,000-ലേറെ കമ്പനികൾ ഭാരത് മാർട്ടിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം, സാമ്പത്തികം, ടെക്നോളജി തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട 75 പ്രതിനിധികളും കേന്ദ്രമന്ത്രിക്കൊപ്പം UAE-യിലെത്തിയിരുന്നു. പുനരുപയോഗ ഊർജ്ജം, കപ്പൽ നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽ, ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട സഹകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. Bharat Mart will provide an outlet which can have showrooms for people to display their products, warehouses to stock their products, ability to service clients' requirements on real-time basis, and get logistics and finance support through the UAE ecosystem. നിർമ്മാണം, ഡേറ്റാ സെന്റേഴ്സ്, ടെക്നോളജി, ബാങ്കിംഗ്, സ്റ്റാർട്ടപ്സ്, ലോജിസ്റ്റിക്സ്, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപത്തിന് UAE-യിൽ നിന്നുള്ള സംരംഭകർ താൽപര്യം പ്രകടിപ്പിച്ചുവെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ നടപ്പാക്കുമെന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. GCC എന്ന നിലയ്ക്ക് ഒറ്റ കരാറിന് പദ്ധതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ UAE-യിലെ ബാങ്കുകൾ താൽപര്യം അറിയിച്ചു. കൂടുതൽ ഫാർമ കമ്പനികളുടെ മരുന്നുകൾ പരസ്പരം അംഗീകരിക്കുന്നതിനുള്ള ചർച്ചകളും നടന്നു. അമൃത ന്യൂസ്, ദുബായ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിലപാട് കടുപ്പിച്ച് രാഹുൽ ഗാന്ധി. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടാൻ തന്നെയാണ് തീരുമാനം. ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവരങ്ങളാകും പുറത്തുവിടുക. കമ്മീഷന്റെ അടുത്ത നീക്കവും നിർണായകമാണ്. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ ഗുരുതര ആരോപണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ 2 തവണ മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി നിരവധി തെളിവുകളാണ് പുറത്തുവിട്ടത്. എന്നാൽ തെറ്റായൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുന്നതെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. കർണാടകയിലെ മഹാരാഷ്ട്രയിൽ വിഷയങ്ങൾ നേരത്തെ പരിശോധിച്ചതാണെന്നും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നുമാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഫാക്ട് ചെക്ക് എന്ന പേരിൽ 3 കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞു. ആലന്ദ് മണ്ഡലത്തിലെ ക്രമക്കേട് സംബന്ധിച്ച ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി കോൺഗ്രസ് അല്ലേ മണ്ഡലത്തിൽ ജയിച്ചതെന്നാണ്. ആരോപണങ്ങൾക്ക് വസ്തുതാപരമായി കമ്മീഷൻ മറുപടി പറയുന്നില്ല എന്ന കോൺഗ്രസിന്റെ നിലപാടിന് ശക്തി പകരുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ. കമ്മീഷൻ വിഷയത്തിൽ രാഷ്ട്രീയമായാണ് മറുപടി പറയുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കമ്മീഷന്റെ നീക്കങ്ങൾക്ക് BJP പിന്തുണയുണ്ടെന്നും കോൺഗ്രസ് പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത നീക്കം നിർണായകമാണ്. കൂടുതൽ മണ്ഡലങ്ങളുടെ വിവരങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്ന പശ്ചാത്തലത്തിൽ കമ്മീഷൻ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വോട്ടുമോഷണ ആരോപണത്തിൽ രാജ്യവ്യാപക പ്രചാരണത്തിന് കോൺഗ്രസ് തുടക്കമിടുന്നു. വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്ന പേരിൽ ആരംഭിച്ച പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി തുടക്കമിട്ടു. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നതാണ് കോൺഗ്രസ് മുദ്രാവാക്യം. അതിനിടെ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ് രംഗത്തെത്തി. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് വസ്തുതകളെ ഇല്ലായ്മ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവമാണെന്ന് രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്രയിലും കർണാടകയിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുമോഷണ ക്രമക്കേട് ആരോപണങ്ങൾ രാജ്യവ്യാപകമായി പ്രചാരണ വിഷയമാക്കുകയാണ് കോൺഗ്രസ്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, അതാണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. വോട്ട് മോഷണത്തിനെതിരെ കോൺഗ്രസ് ആരംഭിച്ച ഒപ്പുശേഖരണ പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി MP തുടക്കം കുറിച്ചു. ഓരോ വ്യക്തിയുടെയും വോട്ട് സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ. അതിനുവേണ്ടി പാർട്ടി നിലകൊള്ളുമെന്നും പ്രിയങ്ക വ്യക്തമാക്കി. All of you to join our vote chori signature campaign. Just as every vote counts, every signature counts, every one of your voice standing up for democracy, standing up for the constitutional values which we are fighting for our constitution counts. ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തി. അതിനിടെ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് കൂടുതൽ BJP നേതാക്കൾ രംഗത്തെത്തി. നിരവധിയായ കള്ളങ്ങൾ രാഹുൽ ഗാന്ധി പ്രചരിപ്പിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവും MP-യുമായ രവിശങ്കർ പ്രസാദ് പറഞ്ഞു. വസ്തുതകളെ വളച്ചൊടിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത്. രാഹുൽ പറയുന്ന അതേ രീതിയിൽ പ്രതികരിക്കാൻ തന്റെയോ പാർട്ടിയുടെയോ സംസ്കാരം അനുവദിക്കില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. कितना तथ्यों को तोड़ मड़ोड़ कर रखेंगे, शब्दों का प्रयोग कर सकता हूं, लेकिन राहुल गांधी जी न वो मेरे संस्कार न मेरी पार्टी के संस्कार है. लेकिन देश के लोकतंत्र को आप धोखा दे रहे हैं. मैंने सदन में कई बार कहा है, संसद में कहा है. രാഹുൽ ആരോപണമുന്നയിച്ച കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത്?
പിഴവുകൾ സംഭവിച്ചുവെങ്കിലും ക്രമക്കേടുണ്ടെങ്കിലും സർക്കാരിന് ഇടപെടാനാകുമായിരുന്നില്ലേ എന്ന് രവിശങ്കർ പ്രസാദ് ചോദിച്ചു. ഏതായാലും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങളെ അതേ നാണയത്തിൽ തന്നെ പ്രതിരോധിക്കാനാണ് BJP തീരുമാനം. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോഴിക്കോട് ഫറോക്ക് പഴയ പാലം അപകടാവസ്ഥയിൽ തുടരുമ്പോഴും അനക്കമില്ലാതെ അധികൃതർ. പാലത്തിന്റെ ക്രോസ് ബീമുകൾ തുരുമ്പെടുത്തിട്ട് കാലങ്ങളായി. കോടികൾ ചെലവഴിച്ചു പാലത്തിന്റെ മുകൾ ഭാഗം നവീകരിച്ചുവെങ്കിലും അടിഭാഗത്തേക്കൊന്ന് നോക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം. ബദൽ പാലമല്ലാതെ മറ്റൊരു പരിഹാരമില്ലെന്നും നാട്ടുകാർ പറയുന്നു. വാർത്തയിലേക്ക്. നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഫറോക്ക് പഴയ പാലത്തിന് 142 വർഷത്തെ പഴക്കമുണ്ട്. 1883 ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച പാലം ഇപ്പോൾ അപകട ഭീഷണിയിലാണ്. ഫറോക്കിനെയും ചാലിയാറിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഗർഡറുകളോട് ചേർന്ന ക്രോസ് ബീമുകളാണ് തുരുമ്പെടുത്തിയിരിക്കുന്നത്. ഗർഡറുകൾ തൂണുകളിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ കവചവും തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. 2022 90 ലക്ഷം രൂപ ചെലവിൽ പാലം മോടികൂട്ടിയെങ്കിലും അടിഭാഗത്ത് പ്രവൃത്തിയൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത വർഷം 1 കോടി രൂപയിലധികം ചെലവഴിച്ച് പാലം ദീപാലങ്കൃതമാക്കി ആഘോഷമായി ഉദ്ഘാടനവും നടത്തി. അപ്പോഴും പാലത്തിന്റെ അടിഭാഗം അങ്ങനെ തന്നെ കിടന്നു. ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നിന്ന് ഈ പാലത്തിന്റെ ഈ കാലിൽ ഇറങ്ങി നിന്നാൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. ഈ നിരന്തരം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലും അടിയിലെ ഭാഗം ഇങ്ങനെ ദ്രവിച്ച് കിടക്കുന്നത്. ഏത് അവസരത്തിലും ഇത് തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ജീവൻ പണയം വെച്ചാണ് പാലത്തിലൂടെ യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ബദൽ പാലമല്ലാതെ മറ്റൊരു പരിഹാരമില്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും അഭിപ്രായം. ബദൽ പാലം വേണം. അതേസമയത്ത് ഈ പാലം സംരക്ഷിക്കേണ്ടത് ചരിത്രപരമായ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് ബദലായിട്ട് ഇതിനൊരു പാലം സാങ്ഷൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടി കൂടി ഇതോടൊപ്പം തന്നെ സ്വീകരിക്കണം. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 85 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാണ്. പക്ഷേ ഭരണാനുമതി വൈകുകയാണ്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഫറോക്ക് പഴയ പാലത്തിലൂടെയുള്ള യാത്രക്കാരുടെ സഞ്ചാരം. ഏത് നിമിഷവും അപകടം മുന്നിൽ കാണുന്നവർ വലിയ ആശങ്കയിലും ഭീതിയിലുമാണ്. അതുകൊണ്ട് തന്നെ ബദൽ പാലം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. അപകടാവസ്ഥയിലുള്ള കോഴിക്കോട് ഫറോക്ക് പഴയ പാലത്തിൽ വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ അപകടമുണ്ടായാൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അതിന് മറുപടി പറയേണ്ടി വരുമെന്നും കോൺഗ്രസ് ഫറോക്ക് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തസ്വീർ ഹസൻ പറഞ്ഞു. ബദൽ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിൻ്റെ അടിഭാഗം വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. നമ്മൾ അടിയിലേക്ക് നോക്കിയാൽ പാലത്തിലൂടെ സഞ്ചരിക്കാൻ പോലും നമുക്ക് പേടിയാകും. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ, ഇവിടുത്തെ മണൽ തൊഴിലാളികൾക്ക് നിരന്തരമായിട്ട് ഈ വിഷയം എല്ലാവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മുടെ PWD ഇതിൻ്റെ അടിഭാഗത്തേക്ക് നോക്കുന്നില്ല. ഇതിൻ്റെ ഉദ്യോഗസ്ഥർ വലിയൊരു അപകടം നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും. ബഹുമാന്യനായ കോഴിക്കോട് MP ശ്രീ MK രാഘവേട്ടൻ ഇതിനു വേണ്ടി ഒരു വലിയ ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ PWDയുടെ ഈഗോ കാരണം ഇതുവരെ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അടിയന്തരമായിട്ട് പുതിയ പാലം വേണം. ഇവിടെ ഒരു പുതിയ പാലം വരുന്നതുവരെ കോൺഗ്രസ് പാർട്ടി സമരത്തിലുണ്ടായിരിക്കും. മാത്രമല്ല, ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇന്ന് എറണാകുളം സൈഡിലേക്കൊക്കെ എളുപ്പം പോകാൻ വേണ്ടി വാഹനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി നിരന്തരമായി ഈ വിഷയത്തിൽ സമരത്തിലുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി വർഷയുണ്ട് കോഴിക്കോട് നിന്നും. വർഷ, നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഒരു പാലത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. കോടികൾ ചിലവഴിച്ച് പാലം മോടികൂട്ടിയപ്പോഴും പാലത്തിന്റെ അടിഭാഗത്ത് യാതൊരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ 85 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഭരണാനുമതി കാത്തിരിക്കുകയാണെന്നുമാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത് പൊതുമരാമത്തിന്റെ വെറും ന്യായീകരണം മാത്രമാണെന്നുള്ളതാണ് പ്രദേശവാസികളുടെയും അതേപോലെ യാത്രക്കാരുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം ആരോപണം. കാരണം പലതവണ പാലം മൂടിക്കൂട്ടിയിട്ടും പാലത്തിന്റെ അടിഭാഗത്ത് യാതൊരു പ്രവൃത്തിയും നടത്താൻ പൊതുമരാമത്ത് തയ്യാറായില്ല എന്നുള്ളതാണ് പ്രദേശവാസികളും അതേപോലെ ഈ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഇത്ര ഗുരുതരമായ ഒരു അവസ്ഥയിൽ, തുരുമ്പ് പിടിച്ച അവസ്ഥയിൽ
പാലത്തിൻ്റെ സുരക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത്. അല്ലാതെ മറ്റ് ആഡംബരമായിട്ടുള്ള മറ്റ് പ്രവർത്തികളിലേക്കല്ല കടക്കേണ്ടത് എന്നുള്ളതാണ് പാർട്ടികളെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇത്തരമൊരു അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ യാത്രക്കാർക്കെല്ലാം വലിയ ഭീതിയാണ്. കാരണം ഏത് നിമിഷവും അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. വലിയ നിരവധി വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകുന്ന പാലമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഒരു പുതിയ ബദൽ പാലം നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ നിലവിലെ പാലം അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം അത്ര പഴക്കം ചെന്ന ഒരു പാലമാണത്. എന്തായാലും നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പൊതുമരാമത്ത് വകുപ്പ് ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നുള്ളതാണ്. പാലിയക്കരയിലെ ടോൾ പിരിവിന് ഉപാധികളോടെ അനുമതി നൽകാമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ഹൈക്കോടതി തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. ടോൾ പിരിവിനുള്ള വിലക്ക് തിങ്കളാഴ്ച വരെ തുടരും. കർശന നിബന്ധനകളോടെ ടോൾ പിരിവിന് അനുമതി നൽകുമെന്നും കോടതി വ്യക്തമാക്കി. നിബന്ധനകൾ തിങ്കളാഴ്ച പുറപ്പെടുവിക്കുന്ന ഉത്തരവിനൊപ്പം വ്യക്തമാക്കും. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും കേസ് അവസാനിപ്പിക്കില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി പരിശോധന തുടരണം. കൃത്യമായ ഇടവേളകളിൽ കമ്മിറ്റി പരിശോധന നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ, വി മേനോൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന് ടോൾ കമ്പനി ആവശ്യപ്പെട്ടു. 1.5 മാസമായി ടോൾ പിരിവ് മുടങ്ങിയതിനാൽ വരുമാനം നിലച്ചുവെന്നും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും കഴിയുന്നില്ലെന്നും ടോൾ കമ്പനി വാദിച്ചു. ടോൾ പിരിവിന് അനുമതി തടയുന്നത് ശരിയല്ലെന്ന് കേന്ദ്ര സർക്കാരും നിലപാട് സ്വീകരിച്ചു. തുടർന്നാണ് ഉപാധികളോടെ അനുമതി നൽകാൻ കോടതി തീരുമാനിച്ചത്. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്നാണ് ടോൾ പിരിവ് തടഞ്ഞ് കഴിഞ്ഞ മാസം 5-ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദേശീയപാത അതോറിറ്റിയും ടോൾ കമ്പനിയും സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയെങ്കിലും ഇതുവരെ അനുകൂല തീരുമാനം ഉണ്ടായിരുന്നില്ല. ഗതാഗത പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചതായി കളക്ടറും മോണിറ്ററിംഗ് കമ്മിറ്റിയും റിപ്പോർട്ട് നൽകിയതോടെയാണ് ഹൈക്കോടതി നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറായത്. കേന്ദ്ര സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും കോടതിയിൽ നിന്നും നിരന്തരം വിമർശനം കേൾക്കേണ്ടി വന്ന കേസ് കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മണിപ്പൂരിൽ സൈനിക സംഘം സഞ്ചരിച്ച വാഹനത്തിന് നേർക്ക് ആക്രമണം. 2 ജവാന്മാർക്ക് വീരമൃത്യു, 4 പേർക്ക് പരിക്കേറ്റു. ഇംഫാലിന് സമീപം അസം റൈഫിൾസിന്റെ ട്രക്കിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പതിയിരുന്ന ആയുധധാരികളായ അക്രമി സംഘം വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 33 ജവാന്മാരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. വൈകുന്നേരം 6 മണിയോടെയായിരുന്നു ആക്രമണം. ഇംഫാലിൽ നിന്നും ബിഷ്ണുപുരയിലേക്ക് പോവുകയായിരുന്നു സൈന്യം. കഴിഞ്ഞ 1 വർഷത്തിനിടെ കേന്ദ്രസേനയ്ക്കെതിരെ മണിപ്പൂരിൽ നടക്കുന്ന ആദ്യ വലിയ ആക്രമണമാണ് ഇത്. കായിക വാർത്തകൾ നോക്കാം. ലയണൽ മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ കേരളത്തിലെത്തും. നവംബർ 3-ാം വാരത്തിൽ കേരളത്തിൽ 2 സൗഹൃദ മത്സരം നടത്താനാണ് സർക്കാർ ആലോചന. ഇവ കൊച്ചിയിൽ വെച്ച് നടത്താനാണ് സർക്കാർ തീരുമാനമെന്ന് സൂചന. സ്റ്റേഡിയം സജ്ജമാക്കാൻ GCDAക്ക് കായിക വകുപ്പ് നിർദ്ദേശം നൽകി. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. നേരത്തെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുക എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. കളിക്കാർക്കും VIPകൾക്കും ആവശ്യമായ യാത്രാ സൗകര്യമൊരുക്കാൻ കൊച്ചിയാണ് മികച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വേദി കലൂർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാൻ സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തതെന്നാണ് റിപ്പോർട്ട്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ കരട് ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് സുപ്രീം കോടതി. ഫുട്ബോൾ ഫെഡറേഷന്റെ ജനറൽ ബോഡി യോഗം 4 ആഴ്ചയ്ക്കകം ചേരാനും കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ PS നരസിംഹ, ജോയ് മല്യ ബാഗ്ചി എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. അതേസമയം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനിലെ നിലവിലെ ഭാരവാഹികൾക്ക് തുടരാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കാലാവധി 1 വർഷം മാത്രം ശേഷിക്കുന്ന സാഹചര്യത്തിലാണ് തുടരാൻ അനുമതി നൽകിയത്. കേസിനെ തുടർന്ന് ISL നടത്തിപ്പ് ഉൾപ്പെടെ നേരത്തെ പ്രതിസന്ധിയിലായിരുന്നു. എങ്കിലും മത്സരങ്ങൾ നടത്താൻ ഫെഡറേഷനും സംഘാടകരും പിന്നീട് ധാരണയിൽ എത്തിയിരുന്നു. BCCI ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ നാളെ നിർണായക യോഗം. പ്രധാന BJP നേതാക്കളും BCCI ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. മുൻ പ്രസിഡന്റ് സൗരവ് ഗാംഗുലി, ഹർഭജൻ സിംഗ്, രഘുറാം ഭട്ട് എന്നിവരാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടികയിലെ പ്രമുഖർ. IPL ഭരണസമിതിയെ സംബന്ധിച്ചും പ്രാഥമിക ധാരണ നാളെ ഉണ്ടാകും. ഈ മാസം 28-നാണ് BCCIയുടെ വാർഷിക പൊതുയോഗം. പുതിയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുക്കേണ്ടത് അന്നാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ സംബന്ധിച്ച ധാരണയിലെത്താനാണ് അമിത്ഷായുടെ വസതിയിൽ നിർണായക യോഗം ചേരുന്നത്. 2019 മുതൽ 22 വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ നയിച്ച മുൻ നായകൻ സൗരവ് ഗാംഗുലിയുടെ പേരിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാന പരിഗണന. നിലവിൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഗാംഗുലി. കഴിഞ്ഞ ദിവസമാണ് സഹോദരൻ സ്നേഹാശിഷ് ഗാംഗുലിയിൽ നിന്ന് സൗരവ് ചുമതല ഏറ്റെടുത്തത്. റോജർ ബിന്നി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം രാജീവ് ശുക്ല താൽക്കാലിക പദവിയാണ് വഹിച്ചിരുന്നത്.
2022 N. ശ്രീനിവാസൻ ഉയർത്തിയ വിമർശനത്തെ തുടർന്നാണ് ഗാംഗുലിക്ക് പദവി നഷ്ടമായത്. ഒരു തവണ കൂടി അധ്യക്ഷ പദവി വഹിക്കാനുള്ള സാധ്യത നിലനിൽക്കെയായിരുന്നു അന്നത്തെ പടിയിറക്കം. അതുകൊണ്ട് തന്നെ ഗാംഗുലിക്ക് ഒരു അവസരം കൂടി ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ്, മുൻ ടെസ്റ്റ് താരവും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ റഘുറാം ഭട്ട്, മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കിരൺ മോറെ എന്നിവരും പരിഗണനയിലുണ്ട്. പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷനാണ് ഹർഭജൻ സിംഗിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. IPL ഭരണസമിതിയിലേക്കുള്ള അംഗങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയെത്തും. അതേസമയം ടീം സെലക്ഷൻ പാനലിലേക്കുള്ള 2 പുതിയ അംഗങ്ങളുടെ അഭിമുഖം പൂർത്തിയായിട്ടുണ്ട്. RP സിംഗ്, പ്രഗ്യാൻ ഓജ എന്നിവരായിരിക്കും അജിത് കഹാൽക്കർ നയിക്കുന്ന സെലക്ഷൻ പാനലിലേക്ക് എത്തുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഏഷ്യാ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഒമാന് 189 റൺസ് വിജയലക്ഷ്യം. അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി നേടി. ടോപ്പ് സ്കോററായി അഭിഷേക് ശർമ്മ, തിലക് വർമ്മ എന്നിവരുടെ ബാറ്റിംഗാണ് നിർണായകമായത്. 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 188 റൺസ് ഇന്ത്യ നേടിയത്. ഒമാനു വേണ്ടി ഷാ ഫൈസൽ, ആമിർ കലീം, ജിതേൻ രാമനന്ദി എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഒമാൻ ഭേദപ്പെട്ട തുടക്കമാണുള്ളത്. വിക്കറ്റ് നഷ്ടപ്പെടാതെ 6 ഓവറിൽ 50 റൺസാണ് എടുത്തിട്ടുള്ളത്. UAE-ക്കെതിരായ ഏഷ്യാ കപ്പ് മത്സരം വൈകിപ്പിച്ചതിന് പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാൻ ആലോചിച്ച് ICC. മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന ആവശ്യം നിരസിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാക് ടീം വൈകിയെത്തിയത്. മത്സരശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ICCയുടെ കണ്ടെത്തൽ. മത്സരശേഷം പാകിസ്ഥാൻ താരങ്ങൾ പൈക്രോഫ്റ്റിനെ കാണുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പൈക്രോഫ്റ്റ് പാകിസ്ഥാനോട് ക്ഷമ ചോദിച്ചു എന്ന തരത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചിത്രീകരിച്ചത്. നിരോധിത മേഖലയിൽ മൊബൈൽ ഫോണും ക്യാമറയും ഉപയോഗിച്ചുവെന്നും ICC കണ്ടെത്തി. ഇതേ തുടർന്നാണ് പിഴ ചുമത്തുന്ന കാര്യം ICC പരിഗണിക്കുന്നത്. വിലക്ക് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആലോചനയിലുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിലെ ആദ്യ മത്സരത്തിൽ വിയപുരം ചുണ്ടൻ ജേതാക്കൾ. കൈനകരി പമ്പയാറ്റിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 9 ചുണ്ടൻ വള്ളങ്ങളാണ് മാറ്റുരച്ചത്. ഫൈനലിൽ BBC, PBC നിരണം ക്ലബ്ബുകൾ തമ്മിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. നെഹ്റു ട്രോഫിയിൽ ഇത്തവണ ജലരാജാവായ വിയപുരം CBLലെ ആദ്യ മത്സരത്തിലും തങ്ങളുടെ കരുത്ത് കാട്ടി. അതേസമയം സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിക്ക് തുഴയെറിയാൻ സാധിക്കാതെ പോയത് ജലോത്സവ പ്രേമികളെ നിരാശയിലാഴ്ത്തി. മത്സരങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഡിസംബർ 14 കൊല്ലത്താണ് IPL മാതൃകയിൽ നടക്കുന്ന CBL ലീഗ് മത്സരങ്ങൾ സമാപിക്കുന്നത്.